അതെല്ലാം കൊള്ളില്ല കുമാരേട്ടാ. നീ എന്തിനു ഇവളുടെ ശരീരത്തിൽ പ്രവേശിച്ചു? ഭാനുമതി എന്നെ കാണാൻ വന്നു, ഞാൻ അവളുടെ കൂടെ പോന്നു. ഞങ്ങൾ യോജിപ്പായി ഇവിടെ കഴിഞ്ഞോളാം കുമാരേട്ടാ. ഞാൻ കിഴക്കേ നടവരെ പോവാ. ചതിപ്രയോഗമേ നിങ്ങൾക്കറിയൂ. നിങ്ങൾ പുതുമന തന്ത്രിയെ കാണാൻ പോവാ. ഞാൻ എന്തിനെ തന്ത്രിയെ കാണുന്നു? എന്നെ ഒഴിപ്പിക്കാൻ. കുമാരേട്ടാ, ഞാൻ ഒഴിഞ്ഞു പൊയ്ക്കോളാം. കുമാരേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? പറയൂ, ഞാൻ എന്ത് ചെയ്യണം? ആ കൈ കൊണ്ട് ഇവിടെ ഒരു മിന്നു കെട്ടാമോ? സുമംഗലയിൽ ഞാൻ പോട്ടെ. പിന്നൊരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. കുമാരേട്ടനെയോ ഭാര്യയെയോ ശല്യപ്പെടുത്തില്ല. ശരി, വരൂ. കുമാരേട്ടൻ എന്റെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോൾ നിങ്ങൾ കുരവയിടണം. ചതിയൻ എന്നെ നശിപ്പിക്കാനുള്ള കൊലക്കാരുമായി വന്നിരിക്കുന്നു. എന്നോടാണോ സൂത്രം? കയ്യിലിരിക്കുന്നത് മനുഷ്യമർദ്ദിന യന്ത്രമാ അല്ലേ? ഓടടി. അരുത് ലക്ഷ്മി, നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. ചതിച്ചോ ലക്ഷ്മിക്കുട്ടി? മോളെ, നേരെ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് പോകാൻ ചേച്ചി. കുമാരൻ ഇങ്ങ് എത്തട്ടെ. അമ്മച്ചി, ഞാൻ പോവുക. ഇനിയും എനിക്കിവിടെ വയ്യ. അടിയനും പോകുന്നവരൊക്കെ പൊയ്ക്കോളൂ. ഞങ്ങൾ പോട്ടെ മോനെ. ആട്ടമ്മേ. നീ ഒറ്റയ്ക്ക് എന്തിനാ ഇവിടെ കഴിയുന്നത്? നീ കൂടി വരൂ. വേണ്ടമ്മേ, മരിക്കുന്നത് വരെ ഈ വീട്ടിൽ ഞാൻ എങ്ങും പോവില്ല. ചെല്ലുമോനെ. പുത്തൂരെ തമ്പി അല്ലേ? തറവാടിന്റെ മന്ത്രസിദ്ധി അടിയൻ കാരണം നച്ചു തിരുമേനി അടിയനെ രക്ഷിക്കണം. കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. അടിയനെ ശിഷ്യനെ സ്വീകരിച്ച് മന്ത്രോപദേശം തരാൻ ദയവുണ്ടാകണം. ഒരിക്കൽ മന്ത്രസിദ്ധി നഷ്ടപ്പെട്ട മാന്ത്രികൻ അടങ്ങിയിരിക്കുക ശുഭം. ചിത്തം ശുദ്ധാക്കി ദേവിയെ പ്രാർത്ഥിക്കൂ. പ്രതിഫലേച്ഛയില്ലാണ്ട് പ്രാർത്ഥിച്ചാലേ ഫലമുള്ളൂന്ന് ധരിച്ചോളൂ.
അഗ്നിയെ ജലത്തിലിട്ടാൽ ജലം കത്തൂല. നേരാമണ്ണം ഉപയോഗിച്ചാലോ ജലത്തെ ചൂട് പിടിപ്പിക്കാനും വറ്റിക്കാനും കഴിയും. ഇത് മറക്കാണ്ടിരിക്കും. ആ ഇപ്പൊ പോയിക്കോ. പക്ഷേ വലിയ താമസമില്ലാതെ നീ എന്നെ തേടി വരും. അങ്ങനെ ആരാ അത്? അടിയനാ ഗോപാലൻ. ആരില്ലെന്ന് ഗോപാലനറിയാം. ഞാൻ വെളുപ്പിനെ ഒരു വഴി വരെ പോവുക. ഓ വരാൻ വൈകിയേക്കും. ആ ഗോപാലൻ ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പെരട്ടാതെ മനുഷ്യ, ഞാൻ വെറുതെ വന്നതാ. ആ തമ്പിയൊന്നും ഇനിയും വന്നില്ലേ? ഇല്ല, എന്നെ കാവലാക്കിട്ട് രാവിലെ പോയതാ. വരാൻ വൈകുമെന്നാ പറഞ്ഞത്. ഹായ്. നല്ല തെളിഞ്ഞ വെള്ളം. ഞാനൊന്ന് കുളിക്കട്ടെ. എന്താ മുണ്ടും തുണിയും നനച്ചു വെച്ചത് കാണാനില്ല. എനിക്ക് പേടിയാവുന്നു. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കാനോ മനുഷ്യനെ? മുണ്ടിങ്ങോട്ട് പോ. എന്താ വേണ്ടവാ? എഴുന്നേക്കടാ. ദൈവം കൈവിട്ടപ്പോ പിശാചിനെ തേടി പുറപ്പെട്ടു അല്ലേ? അന്ന് വന്നിരുന്നെങ്കിൽ 3 മനുഷ്യജീവികൾ മരിക്കില്ലായിരുന്നു. ആ, അകത്തേക്ക് വാടാ.